ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വന്നല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണസദ്യയിലേക്കുള്ള ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കൂട്ടുകറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൂട്ടുകറിക്ക് വേണ്ടിയുള്ള പച്ചക്കറികളൊക്കെ വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് മത്തങ്ങ 1 കപ്പ്, കായ 1.25 കപ്പ്, ഉരുളക്കിഴങ്ങ് 1 കപ്പ്, ചേന 1 കപ്പ്, ക്യാരറ്റ് 1 കപ്പ്, ബീറ്റ്റൂട്ട് 1 കപ്പ്, 1/2 കപ്പ് ബീൻസ്. ഇത്രയും കഷ്ണങ്ങളാണ് നമുക്ക് ഈ കൂട്ടുകറിക്ക് ആവശ്യമുള്ളത്. ഇതെല്ലാം ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ 2 വിസിലാണ് ഇതിൻ്റെ പാകം. ഇതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പിലൂടി ചേർക്കുകയാണ്. ഇനി ഇതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ, തക്കോല ഒരെണ്ണം, പട്ട 1 കഷ്ണം, പിന്നെ ഗ്രാമ്പു 2 എണ്ണം, ഏലക്ക 2 എണ്ണം, ഒരു 8-10 കുരുമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും കൂടി നന്നായിട്ട് ഇളക്കി വെള്ളം ഒന്ന് വറ്റി വരട്ടെ. ഈ ഒരു പാകമായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നല്ല ചുമന്ന് വരണ വരെ വറുത്തെടുക്കാം. പിന്നെ ഇത് ഇടയ്ക്ക് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കണം. അതിന് വെച്ചാൽ ഇനി പെട്ടെന്ന് കരിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മല്ലിപ്പൊടിയുടെ മുളക് പൊടിയുടെ ആ പച്ചമണം മാറണ വരെ നമ്മൾ കൈ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു കാരണവശാലും അടി പിടിക്കരുത്. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. വറുത്ത് വെച്ച കൂട്ട് ചൂടാറി കഴിയുമ്പോൾ ഒട്ടും വെള്ളം തൊടാണ്ട് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. നമ്മുടെ പച്ചക്കറിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിക്ക് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ നമുക്കതൊരു വേറെ പാത്രത്തിലേക്ക് അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. കൂട്ടുകറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കടല. അപ്പോൾ ആ കടല ആദ്യമേ നമ്മൾ കുതിർത്തി വേവിച്ച് വെച്ചതാണ്. 1 കപ്പ് കടലയാണ്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ അരച്ച് വെച്ച അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി അതോടുകൂടി ഏതാണ്ട് റെഡിയാവും. പിന്നെ നമുക്കൊന്ന് കടുക് വറുക്കാനും കൂടി ഉള്ളൂ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചുവന്നമുളകും കൂടെ ചേർക്കാം. മുളകൊന്ന് നിറം മാറി വരുമ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി അതോടുകൂടി റെഡിയാവും.